ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളും ഒരു ഷുഗർ രോഗിയാകും. മൈസെൽഫ് ഡോക്ടർ അഖിൽ ടോമാത്യു, ആരോഗ്യമന്ത്ര, ഇൻ്റഗ്രേറ്റഡ് ഹീലിംഗ്, മാനൂർ, കോട്ടയം. നമ്മൾക്കറിയാം, ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം ആളുകളിൽ കണ്ടുവരുന്ന അസുഖം എന്ന് പറയുന്നത് ഡയബറ്റീസ് ആണ്. പക്ഷേ ഇതിൽ നിന്നും വ്യത്യസ്തമായി ഡയബറ്റീസിൽ തന്നെ അധികമായി കാണുന്നത് ഗസ്റ്റേഷണൽ ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രസവ സമയത്ത് ഉണ്ടാകുന്ന പ്രമേഹം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പഠനങ്ങൾ പ്രകാരം കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ വളരെയധികം ഒരു ഇൻക്രീസ് ആണ് ഈ ഗസ്റ്റേഷണൽ ഡയബറ്റീസിൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ പറയുന്ന പ്രകാരം ഒരു സ്ത്രീ അവരുടെ പ്രഗ്നൻസി ടൈമിൽ അവരുടെ ഹോർമോണൽ ഇംബാലൻസും കൊണ്ട് ഡയബറ്റിക് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് വരുന്നു. അതുമൂലം അവർക്ക് ഫ്യൂച്ചർ കോംപ്ലിക്കേഷൻ വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. സോ ഗസ്റ്റേഷണൽ ഡയബറ്റീസിന്റെ കോസസ് എന്ന് പറയുന്നത് ഹോർമോണൽ ഇംബാലൻസ് ആണ്. ഹോർമോൺസ് ഫ്രം ദി പ്ലാസെന്റ അതിന്റെ ഇംബാലൻസ് ഉണ്ടാകുമ്പോഴാണ് കൃത്യമായിട്ടും ഇൻസുലിനെ കൃത്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുന്നത്, അല്ലെങ്കിൽ കൃത്യമായിട്ടും അതിന് റെസിസ്റ്റൻസ് കൊടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഗസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടാകാനുള്ള സാഹചര്യം. അതുപോലെ തന്നെ ഫാമിലിയിൽ ഹിസ്റ്ററി, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ടും, അതുപോലെ തന്നെ ഒബേസിറ്റി ഒക്കെ ഇതിന് കാരണമാകുന്നതാണ്. ഒബേസിറ്റി, ഹേർട്ട് ഡിസീസസ്, ഹൈപ്പർ ടെൻസീവ് ആയിട്ടുള്ള പേഷ്യൻസിൽ കൂടുതലായിട്ടും ഡോക്ടേഴ്സിന്റെ ആ ഒരു ഇന്റർഫിയറൻസ് വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ ഈ ഡയബറ്റീസ് മാനേജ്മെന്റ് നടത്തേണ്ടത്. പ്രധാനമായിട്ടും മേധോധാതുക്കളുടെ ഒരു വർധനവ് മൂലമാണ് പ്രമേഹ എന്ന അസുഖത്തിലേക്ക് വരുന്നതാണ് ആയുർവേദ ക്ലാസിക്കൽ ടെക്സ്റ്റുകളിലെല്ലാം പരാമർശിച്ചിരിക്കുന്നത്. സോ കമ്മിങ് ടു നാച്ചുറോപ്പതി, ഡയറ്റ് മോഡിഫിക്കേഷൻ ആണ് കൂടുതലായിട്ടും ഗസ്റ്റേഷണൽ ഡയബറ്റീസിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ആയുർവേദവും യോഗയും നാച്ചുറോപ്പതിയും ഇങ്ങനെ ഒരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റത്തിലൂടെ നാച്ചുറലായിട്ട് ഈ ഗസ്റ്റേഷണൽ ഡയബറ്റീസിനെ കൃത്യമായിട്ടുള്ള പീരീഡ് ഓഫ് ടൈമിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾക്ക് മാനേജ്മെൻറ്റ് ചെയ്യാം. അതിനായി ആരോഗ്യമന്ത്രിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു.